ഏത് നേരവും കഴിക്കാവുന്ന, വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന, എണ്ണയൊന്നും ഒട്ടും വേണ്ടാത്ത ഒരു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഓൾഡ് ഫാഷൻ റോൾഡ് ഓട്സ് എടുക്കുന്നുണ്ട്. അതുപോലെ ഇതധികം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകാത്ത ടൈപ്പ് ഓട്സ് ആണ്. അതുപോലെ ഇതിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ളതുമാണ്. എടുത്തു വച്ചിരിക്കുന്ന ഓട്സിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു 50 മിനിറ്റ്സ് മാത്രമേ സോക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ. ചിലർക്ക് ഓട്സ് കഴിക്കുമ്പോൾ ഡൈജഷന് പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഓട്സ് കുതിർത്ത് വെച്ചിട്ട് വേണം കഴിക്കാൻ. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി എന്ന് വെച്ചാൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ്, എരിവിനാവശ്യമായ പച്ചമുളക്. ഇപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ ശകലം കറിവേപ്പില എടുത്തിട്ടുണ്ട്. തക്കാളി ഹാഫ് എടുത്തിട്ട് പേസ്റ്റ് ആക്കുന്നുണ്ട്, ഹാഫ് ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ഒരു പിടി എടുത്ത് ആണ് പേസ്റ്റാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട്. അതുപോലെ തക്കാളി ഹാഫ് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്, ഹാഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കത്തിന് ഒരു പിടി മാത്രമേ ഞാൻ പേസ്റ്റാക്കാൻ എടുക്കുന്നുള്ളൂ. ഒരു മിക്സർ ജാറിലേക്ക് ഏകദേശം ഒരു പിടിയോളം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-12 വരും. പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ്, നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ ക്യാപ്സിക്കം ഇടുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ചാട്ട് മസാല, അതുപോലെ കുമിൻ പൗഡർ ഇതെല്ലാം അവിടെ ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടുന്നുണ്ട്. നമുക്ക് ഈ പച്ചക്കറികളല്ലാതെ സീസണായിട്ടുള്ള വേറെ പച്ചക്കറികളും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അരച്ച് വന്നപ്പോൾ ക്യാരറ്റ് ശകലം കൂടെ അരയാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ക്യാരറ്റ് മാത്രം, അരയാത്തത് മാത്രം എടുത്ത് സെപ്പറേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന ഓട്സിൽ നിന്നുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട്. ഡൈജഷനൊന്നും പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഈ വെള്ളം എടുക്കാവുന്നതാണ്. ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇപ്പം ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ശകലം ഡ്രൈ ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നത്. എന്നിട്ട് ആ ഓട്സ് കൈ കൊണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ മിക്സർ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ആ ഓട്സ് അങ്ങ് അരച്ചു പോകും. എനിക്ക് അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഓട്സിലേക്ക് തരിതരിപ്പായിട്ട് അരച്ചു വെച്ചേക്കുന്ന വെജിറ്റബിൾ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനകത്ത് ക്യാപ്സിക്കം ഇട്ടു, കറിവേപ്പില ഇട്ടു, അതുപോലെ മല്ലിയില ഇട്ടു, പിന്നെ അതുപോലെ മസാലപ്പൊടികളായ ചാട്ട് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുമിൻ പൗഡർ ഇതെല്ലാം ഇട്ടപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാം ബാലൻസ് ചെയ്ത് നല്ലൊരു ഫ്ലേവറായിരുന്നു. നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറായിരുന്നു. ഇനി ഇതിലേക്ക് 5-6 കുരുമുളക് ചതച്ചിടുന്നുണ്ട്. അതുപോലെ മല്ലിയിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ കുരുമുളകും മല്ലിയിലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ ഒരു 2-3 സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി 2 സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൂടെ കഴുകി ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ശകലം എണ്ണമയം തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണമയം തൂക്കുന്നത് ഒരു സവാള എണ്ണയിൽ മുക്കിയിട്ട് ഒന്ന് തൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളകി വരാനായിട്ടൊക്കെ സഹായിക്കുന്നു.
അപ്പോഴേ തവയിൽ എണ്ണമയം തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഓട്സിൻ്റെ കൂട്ട് 1-2 തവി ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചില്ലേ തക്കാളി, ആ തക്കാളിയും അതുപോലെ ക്യാപ്സിക്കവും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കവും മല്ലിയിലയും ആ ചാട്ട് മസാലയും അത് ഒഴിവാക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ തരുന്നത്. ഇതുണ്ടാക്കിയപ്പോൾ ഈ വീട് മുഴുവനും ഇതിൻ്റെ ഫ്ലേവറായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പിസ്സയുടെ ഒരു ഓർമ്മയാണ് വന്നത്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് കൊടുക്കണം. അടച്ച് ആവിയിൽ വേണം അതിരുന്ന് വേവാൻ. എന്നിട്ട് അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്ന ശേഷം മാത്രമേ തിരിച്ചിടാവൂ. അപ്പോൾ ഇതിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അടിഭാഗവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഭാഗവും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വെക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിക്കുന്നുണ്ട്. അങ്ങനെ 2 സൈഡ് നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ചീസ് കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെർഫെക്റ്റ് ഇന്ത്യൻ പിസ്സ എന്ന് തന്നെ പറയാം. അപ്പോഴേ അത് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഞാനൊരു മിക്സഡ് ജാറിലേക്ക് 1 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തു. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു, പിന്നെ 2 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ 2 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് 1 പിടിയോളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പേസ്റ്റാക്കി ഒരു ചമ്മന്തി കണക്ക് അരച്ചെടുക്കുന്നുണ്ട്. ഇത് കൂട്ടാനൊന്നും സൈഡ് ഡിഷൊന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ കഴിക്കാനാണേലും നല്ല ടേസ്റ്റാണ്. ശരിക്കും ഇതിൻ്റെ ഫ്ലേവർ അടിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പിസ്സയെന്ന് തന്നെ തോന്നിപ്പോയി കേട്ടോ. അടുത്തത് ഉണ്ടാക്കുന്നത് ആ പാലിലേക്ക് ഒരു ചെറിയ കഷ്ണം വാഴയില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഓട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പരത്തി റൗണ്ടിൽ പരത്തി എടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്ത് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ടത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് വേറൊരു വാഴയില വെച്ച് കൊടുത്തിട്ട് തിരിച്ചെടുത്ത് ആ സൈഡും 2 സൈഡും അങ്ങനെ മുരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴേ ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അടിഭാഗമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചിട്ടും ആ സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന അതുപോലെ ഇതിനകത്ത് ഒട്ടും എണ്ണമയം ചേർക്കുന്നില്ല, അതുപോലെ തേങ്ങ ചേർക്കുന്നില്ല. നമുക്ക് അങ്ങനെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓട്സ് ചീല ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചമ്മന്തി വെച്ചാണ് ഞാനിത് കഴിക്കുന്നത്. പക്ഷേ ഇത് ചമ്മന്തി ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാനാണേലും നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുപോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അതുപോലെ കമൻറ്റ്സ് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.